വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഉഷാ രഘുനന്ദനൻ. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ +2 മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3rd ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിലെ 3rd ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് റൈറ്റ് എനി 2 സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ഓർഡർ 2 ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കണം. ഓർഡർ 2 എന്ന് പറഞ്ഞാൽ 2x2 ഓർഡർ ആണ്. റോ 2 അതേപോലെ തന്നെ കോളം 2. Say A and B such that A not equal to 0, B not equal to 0. കണ്ടീഷൻ ശരിക്കും വായിക്കണം. എന്തായിരിക്കണം? നോൺ സിംഗുലർ മെട്രിസസ് ആയിരിക്കണം. ബട്ട് പ്രൊഡക്റ്റ് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു മെട്രിക്സ് നമ്മൾ നോക്കുക. നമുക്ക് നോക്കി നോക്കാം എന്തായിരിക്കണം. എന്തായാലും നോൺ 0 ആയിരിക്കണം. അപ്പോൾ എ എന്ന് പറയുന്നത് മുഴുവൻ 0 ആവാൻ പാടില്ലല്ലോ. അപ്പോൾ 1 0 0 1 0 0 എടുക്കാം. ഓക്കെ, അപ്പൊ നോൺ 0 മെട്രിക്സ് എടുത്തു. ബി എന്ന് പറയുന്നത് നമുക്ക് 0 0 0 1 എടുക്കുക. നമ്മൾ ഈ എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. കാരണം പ്രൊഡക്റ്റ് നമുക്ക് എന്ത് കിട്ടണം? 0 കിട്ടണം അല്ലേ? നമ്മളുടെ എയിം എന്താണ്? പ്രൊഡക്റ്റിന് അതിനെ 0 ആക്കണം. സോ എയും ബിയും ഇങ്ങനെ എടുത്താൽ 0 കിട്ടുന്നുണ്ടോ നോക്കി നോക്കാം. 0 കിട്ടും. ബിക്കോസ് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്താൽ 0 + 0 0 കിട്ടി. ഫസ്റ്റ് റോ സെക്കൻഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 0 കിട്ടി. അഗൈൻ സെക്കൻഡ് റോ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ 0 കിട്ടി. അതേപോലെ തന്നെ ഇവിടെ 0 കിട്ടി. അപ്പൊ നമുക്ക് വേണ്ട മെട്രിക്സ് പ്രൊഡക്റ്റ് 0 കിട്ടുകയും ചെയ്തു. നമ്മൾ എടുത്ത മെട്രിക്സ് ഏതാ നോക്കി നോക്കൂ. 1 0 0 0 0 0 0 1. അപ്പൊ ഇതേപോലെ നിങ്ങൾ വേറെ ഏതെങ്കിലും മെട്രിക്സ് അതിനെ കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക. പക്ഷേ കണ്ടീഷൻ എന്താണ്? പ്രൊഡക്റ്റ് ഷുഡ് ബി 0. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇഫ് മെട്രിക്സ് A equal to 3 -2 4 -2 and I equal to 1 0 0 1 അതൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവണം. വേർ I എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് K. അപ്പോ ഈ ഒരു മെട്രിക്സ് യൂസ് ചെയ്തിട്ട് ഇതിൽ നിന്ന് നമുക്ക് Kന്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ A² ഫൈൻഡ് ചെയ്യണമല്ലോ. A² = K × A എന്ന് പറഞ്ഞ മെട്രിക്സ് കൊടുക്കുക. -2 × ഈ ഐഡന്റിറ്റി മെട്രിക്സും കൊടുത്താൽ അതിനെ കമ്പയർ ചെയ്യുക. കൊറസ്പോണ്ടിങ് വാല്യൂസ് കമ്പയർ ചെയ്താൽ നമുക്ക് എന്താണ്? Kന്റെ വാല്യൂ കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ A² ഫൈൻഡ് ചെയ്യുക അല്ലെ? A² എന്ന് പറഞ്ഞാൽ A × A ആണ്. അപ്പോ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 2x2 രണ്ട് മെട്രിക്സ് 3 -2 4 -2. അപ്പൊ ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. 9 -8 കിട്ടി. ഇവിടെ -6 +4 കിട്ടി. അതേപോലെ തന്നെ 12 -8 കിട്ടി. അതേപോലെ തന്നെ -8 +4 കിട്ടി. അപ്പോ നമ്മളുടെ A/A മെട്രിക്സ് A/A എന്ന് പറഞ്ഞാൽ A² എന്ന് പറയുന്നത് എന്ത് കിട്ടി? 1 കിട്ടി, -2 കിട്ടി, 4 കിട്ടി, -4 കിട്ടി. അപ്പൊ ഇത് നമ്മുടെ A² ആണ്. ഓക്കെ, ഇനി നമുക്ക് അപ്പൊ ഇത് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയി. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇനി K × A -2 ആയി. ഇത് ഞാൻ ഒന്നിച്ച് ചെയ്യുന്നുണ്ട് റൈറ്റ് ഹാൻഡ് സൈഡില്. അപ്പോ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് KA -2i ആണ് അല്ലെ? അപ്പൊ K × A കൊടുക്കാം. A മെട്രിക്സ് എന്താണ്? 3 -2 4 -2 ആണ്. മൈനസ് ഞാൻ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാണ് 2 × ഐഡന്റിറ്റി മെട്രിക്സ്. അപ്പോ ഐഡന്റിറ്റി മെട്രിക്സ് നമ്മളുടെ 1 0 0 1 ആണ്. അപ്പൊ ഈ മെട്രിക്സിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ എലമെന്റിനും അത് ബാധകമാണ് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 2 ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇവിടെ പറയുന്നത് എന്താ? നമ്മുടെ ഇക്വേഷൻ എന്താ പറയുന്നത്? A² = KA -2i. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയതും റൈറ്റ് ഹാൻഡ് സൈഡിൽ കിട്ടിയതും നമ്മളൊന്ന് കമ്പയർ ചെയ്യും. അതിന്റെ മുന്നേ ഇതിനെ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് എഴുതി നോക്കാം. 3K -2 എന്ന് കിട്ടും ആഡ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ -2K എന്ന് കിട്ടും. മറ്റേ എലമെന്റ് 0 ആണ്. ഇവിടെ 4K എന്ന് കിട്ടും. ഇവിടെ -2K -2 ഇങ്ങനെ കിട്ടും. ഇനി ഇത് നമ്മളെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ റൈറ്റ് ഹാൻഡ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ A² നമുക്ക് കിട്ടിയത് എന്താണ്? 1 -2 4 -4 which is equal to 3K -2. അതേപോലെ തന്നെ -2K 4K -2K -2.
ഇനി ഇതിന്റെ കോറസ്പോണ്ടിങ് വാല്യൂസ് നമുക്കൊന്ന് കമ്പയർ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ കണ്ടെത്തണം കെന്റെ വാല്യൂ. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് ആദ്യം എടുക്കുക, അപ്പൊ പെട്ടെന്ന് കിട്ടും. ഒരു വലിയ ഇക്വേഷൻ ഒന്നും എടുക്കണ്ട. അപ്പൊ ഞാനിപ്പോ ഇതാണ് എടുക്കുന്നത്, ഇതൊന്ന് കമ്പയർ ചെയ്യാം. -2 ഈസ് ഈക്വൽ ടു -2k. ഇതന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും വാല്യൂ എടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിത് ജസ്റ്റ് ചെറിയൊരു വാല്യൂ ആയതുകൊണ്ട് എടുത്തതാണ്. -2 ഈസ് ഈക്വൽ ടു -2k. -2 ക്യാൻസൽ, കെന്റെ വാല്യൂ എന്ത് വന്നു? 1 വന്നു. അപ്പൊ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? അവിടെ കെന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പൊ കെന്റെ വാല്യൂ എന്താണ്? 1. ഓക്കെ, ഇതായിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ മുതൽ ചെയ്യാം, അടുത്ത വീഡിയോ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ. താങ്ക് യു.